വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് പാടത്തേക്കാണ്. അന്ന് ഞാൻ കാണിച്ചെന്ന പാടം അത് കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോണ വഴി ഇതാണ് ഗൈസ്. എൻ്റെ കൂടെ പിന്നിൽ അച്ഛനുണ്ട്, അമ്മയും കുഞ്ഞും ഉണ്ട്. അപ്പോൾ നമുക്ക് പാടത്തേക്ക് പോവാം. വഴി ഇത് നമ്മളാ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊയ്യുന്ന മെഷീനിൽ കുറേ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. നല്ല രസമുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്ക് പോയേക്കാം. നല്ല വെയിലുണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ 5 മണിക്കായിട്ടുണ്ടാവുള്ളൂ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പാടം കൊയ്യാണ് കേട്ടപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് വന്നതാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. ഈ സൈഡത്തെ കണ്ടം കൊയ്ത് കഴിഞ്ഞു. ഇനി ഇവിടുത്തെയാണുള്ളത്. അപ്പോൾ കൊയ്യണ മെഷീൻ അവിടെയാണ്. അവിടെ അതാണ്. നമുക്കതിൻ്റെ അടുത്തേക്ക് പോവാം. നല്ല വെയിലാണ് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും തലയിലും തോർത്തൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് മറ്റേ കൊയ്യാണ് പറഞ്ഞിട്ട് കുറേ കിളികളൊക്കെ പറക്കുന്നുണ്ട് ഗൈസ്. ഇത്രയും വലിയ കണ്ടാണ് ഗൈസ്. അതിൻ്റെ പകുതിയും കൂടി ആയിട്ടില്ല. അപ്പോൾ ഈ സൈഡിലുള്ള ഈ വലിയ കണ്ടം കൊയ്ത്ത് കഴിഞ്ഞു. അവിടെ ആ മറ്റേ നീല ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് നമ്മളെ ദാസമാമൻ. ഇവിടെ നിൽക്കുന്നതാണ് അച്ഛൻ. പിന്നെ ഇവിടെ അമ്മയും കുഞ്ഞും ഉണ്ട് ഗൈസ്. ഗൈസ്, അപ്പം നിങ്ങളൊക്കെ ഈ കൊയ്യുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതുണ്ടോ, നിങ്ങൾ ആദ്യമായിട്ടാണോ കൊയ്യുന്നത് കാണുന്നതെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അടുത്ത വീഡിയോ എന്താണ് ഇടേണ്ടതെന്നുള്ളതൊക്കെ സജഷൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മൾ ആ കാണുന്ന മലയാണ് അനങ്ങമല. വലിയൊരു മലയാണ് ഗൈസ്. കുറേ അടുത്ത് കൂടെയാണ് ഈ മെഷീൻ പോണത്. ഭയങ്കര പൊടിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പൊ ദാസമാമൻ അവിടെ കളച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ കൂടെയാണ് വൈക്കോലൊക്കെ വരുന്നത്. അവിടെ കുറേ മറ്റേ കൊച്ചികളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇവിടെ കൊയ്തിട്ട് കഴിഞ്ഞാൽ വൈക്കോല് പശുവിനൊക്കെ തിന്നാൻ കൊടുക്കും. ഞങ്ങളെ വീട്ടിൽ പശു ഉണ്ടായിരുന്നപ്പോൾ തിന്നാൻ കൊടുക്കായിരുന്നു. ഇനിയിപ്പോൾ ഈ വൈക്കോൽ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. വിൽക്കാകുമ്പോൾ മിക്കവാറും ഉണ്ടാവുക. കുറേ വൈക്കോലുണ്ട്. അപ്പുറത്ത് കുറേ കണ്ടൊക്കെ കൊയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഈ കണ്ടങ്ങളൊക്കെയാണ്. ഇവിടെ ഇനി നിറച്ച് കൊയ്യാണ്ട് ഗൈസ്. അവിടെയൊക്കെ ഉണ്ട്. അറ്റത്തൊക്കെ അതിൻ്റെ അപ്പുറത്തുണ്ട്. അവിടെ അമ്പലം കണ്ടില്ല, അതിൻ്റെ അപ്പുറത്ത് കൂടുള്ള വഴിയിലൊക്കെ ഉണ്ട് ഗൈസ്. കുട തിരിച്ച് കളിക്കുകയാണ്. കുട റെഡിയാ വിളിച്ച ഗൈസ്. ഓക്കെ, അവസാനം കുഞ്ഞ് എങ്ങനെയൊക്കെയോ കുട റെഡിയാക്കി. സമാമനവിടെ വരുമ്പോ ആഞ്ഞു കൊയ്യുന്നുണ്ട്. ഒന്നും എത്താത്ത സ്ഥലത്തുള്ള ഇതൊക്കെ അമ്മ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ, ഈ വരമ്പിന്റെ സൈഡിൽ കൂടെ കുറേ ചെടികളുണ്ട്. അപ്പോൾ അതിലുള്ളതൊന്നും മെഷീന് ചിലപ്പോൾ എടുക്കാൻ പറ്റിക്കോളന്നില്ല. അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ കൈകൊണ്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ആ പക്ഷികൾ മൊത്തം പ്രാന്തായ പോലെ പറക്കുന്നുണ്ട്. ഈ മാമനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഓരോ പ്രാണീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിളികൾ വന്നത്. കുറേ കിളിയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമോ അറിയില്ല. അപ്പോൾ താഴെ കൂടെ ഒക്കെ കുറേ പറക്കുന്നുണ്ട്. എനിക്കൊരു കിളിങ്ങുന്ന സാധനം കിട്ടി. സൗണ്ട് ഉണ്ട്. പിന്നെ അവിടെ കുറേ എന്തോ കുഞ്ഞു ചെടികൾ. നല്ല രസമുണ്ട് ഗൈസ്. ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നല്ല പാട്ട് വരുന്നുണ്ട് ഗൈസ്. ഡ്രൈവർ നല്ല വൈബ് അടിച്ചിട്ടാണ് പാടൊക്കെ കൊയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൊയ്യുന്നതിന് മകരക്കൊയ്ത്ത് എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ആൾക്കാരായിരുന്നു കൊയ്യല്, പക്ഷെ ഇപ്പോ മെഷീനായി. ഗൈസൊക്കെ കുഞ്ഞുണ്ട്. ഇവിടെ കണ്ടം കൂടെ കൊയ്യാനുണ്ട്. വണ്ടി ഇപ്പൊ എന്താണെന്നറിയില്ല, അവിടെ നിർത്തിയിട്ടതാണ്. ഇവിടെ ദാസമാമൻ മറ്റേ കിളച്ചോണ്ടിരിക്കുന്നുണ്ട്.
ഗൈസ് കിളിയോളൊക്കെ അതേ ഭ്രാന്ത് പിടിച്ച പോലെ പിന്നെയും പറക്കുന്ന നിർത്തിയിട്ടില്ല. കുറേ ഉണ്ട് ഗൈസ്, കാണാൻ നല്ല രസമുണ്ട്. കുറേ ഉണ്ട്. പിന്നെ എന്തോ കുറേ തുമ്പികളുണ്ട്, പിന്നെ മൈനകളും ഉണ്ട് ഗൈസ്. നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒറ്റ മൈനേനെ കണ്ട അടി കിട്ടും, 2 മൈനേനെ കണ്ട അടിപൊളി ഫുഡ് കിട്ടും? അപ്പം ഞാനിന്ന് കുറേ മൈനേനെ കണ്ടു. അപ്പം എനിക്ക് എന്തായാലും അടിപൊളി ഫുഡ് കിട്ടും ഗൈസ്. അമ്മേനെ ഞാൻ ചെറുതായിട്ടൊന്ന് സഹായിക്കാൻ പോയി. ചെറുതായിട്ടൊരു മുറിയായി കിട്ടിയിട്ടുണ്ട് എല്ലി. പക്ഷെ കുഴപ്പമില്ല, വേദനയൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കരഞ്ഞില്ല. ഹലോ, നെല്ല് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രാക്ടർ വന്നിട്ടുണ്ട്. ട്രാക്ടറല്ലേ, ട്രാക്ടറിന്റെ പിന്നിൽ എന്തോ ഒരു പെട്ടിയുണ്ട്. അതിനെന്താ അറിയിക്കറിയില്ല. അപ്പോൾ അതില് വണ്ടി ഓടിക്കുന്ന ആരാന്നറിയില്ല. പിന്നിൽ രാമകൃഷ്ണമാമനുണ്ട്. ഗൈസ്, അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇനി നെല്ല് മൊത്തം ഈ വണ്ടിക്കാക്കും. അടുത്തേക്ക് പോയാൽ ഫുള്ള് പൊടിയാവും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത്. ാണ് നമ്മുടെ സ്വന്തം രാജേഷ് മാമൻ. കുഴപ്പമായി. അതിൻ്റെ ഉള്ളിൽ എന്താ കുറേ മറ്റേ വൈക്കോലിൽ എന്തോ കുടുങ്ങി തോന്നുന്നുണ്ട്. അവരതൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നേരം പിടിക്കുന്ന അറിയില്ല. കുറച്ച് നേരം കൂടി മതിയാവുള്ളൂ. അവർ അതിൻ്റെ ഉള്ളിലത്തെ വൈക്കോലൊക്കെ എടുത്ത് ഇനി പുറത്തേക്ക് ഇട്ടിട്ട് വേണം അത് പിന്നെ ഒന്നും കൂടി ആ ഓട്ടയിൽ കൂടെ നെല്ല് വരാൻ. അതിൻ്റെ ഉള്ളിൽ കൂടെ നെല്ല് വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ഈ കൊയ്യുന്ന മെഷീന്ന് ട്രാക്ടറിൻ്റെ ഉള്ളിലേക്ക് നെല്ലിടുന്നത്. അപ്പം രാമകൃഷ്ണമാമൻ ആ ട്രാക്ടറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നെല്ലൊക്കെ ഒരു സൈഡിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ നെല്ല് ഓവർഫ്ലോ ആയിപ്പോവും ഒരു സ്ഥലത്ത് തന്നെ കുറേ നിറഞ്ഞാൽ. നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്ത നെല്ല് ഉമയാണ്. അങ്ങനെ ആ മെഷീൻ്റെ ഉള്ളിലത്തെ നെല്ല് മൊത്തം തീർന്നു ഗൈസ്. ആ മാമൻ പിന്നെയും പാട്ട് വെച്ചു ഗൈസ്. ഇത് നമ്മുടെ കണ്ടല്ലായിരുന്നു. ഇനി പോണത് നമ്മുടെ കണ്ടത്തിക്കാണ് ഗൈസ്. ദാസമാമൻ അവിടെ കൈക്കോട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിനാണ് ഗൈസ് അവിടെ ആ വരമ്പ് കളച്ചത്. ആ വണ്ടി കയറാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പം നമ്മുടെ കണ്ടം കൊയ്യാൻ തുടങ്ങി ഗൈസ്. ഭയങ്കര പൊടിയാണ് കഴിച്ചു. ഇവിടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പൊടിയാണ്. നെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ അരി അത്രയും പൊടിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. കുറേ നേരം ഉണ്ടാവും കൊയ്ത്ത്. അപ്പം ഞാൻ വീട്ടിലേക്ക് പോവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.